ഈ വീഡിയോയിൽ കാണുന്നത് അറിവില്ലായ്മ. നമ്മൾ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ പരമസുഖമാണ്, പരമാനന്ദം, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇഗ്നറൻസ് ബ്ലിസ്. പക്ഷേ വേറൊരു വശം കൂടി ഇല്ല. അറിവില്ലായ്മയ്ക്ക് വേറൊരു ഗുണമുണ്ട്, അതിനൊരു അഹങ്കാരമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കി തരുന്ന രീതിയിൽ പറയാൻ നേരത്ത്, ഞാൻ വർക്ക് ചെയ്ത ഒരു ഫാക്ടറിയിലാണ്. അപ്പോൾ അവിടെ ഒരു ഡെസ്പാച്ച് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അവിടെ നിന്നാണ് സംഭവങ്ങളൊക്കെ പല സ്ഥലത്തോട്ട് അവർ അയച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. ഈ പുള്ളി അതായത് പറ്റിപ്പതാന്ന് പറയുന്ന നേരത്ത് നമുക്ക് ഇപ്പം ഇന്ത്യയിൽ തന്നെ 2 സ്ഥലമുണ്ട്. അത് പലർക്കും ആ കൺഫ്യൂഷനുള്ളതാണ്, കാലിക്കറ്റും കൽക്കട്ടയും. അന്ന് കൽക്കട്ടയാണ്, ഇന്ന് കൊൽക്കട്ടയാണ്. അപ്പോൾ ഇനി പേര് മാറ്റിയത് വേദമായി കൊൽക്കട്ടയാണ്. അപ്പോൾ ഈ പുള്ളി ഡെസ്പാച്ചിൽ പുള്ളിക്ക് ഇങ്ങനെ അവർക്ക് വരും, എങ്ങോട്ട് ലോറി എങ്ങോട്ട് അയക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്കിങ്ങനെ ഒരു ലെറ്റർ ഫോമാറ്റിൽ വരും. അപ്പോൾ ഇവർ അത് എൻഷുർ ചെയ്യണം, ഇത് ലോറിയിൽ കയറ്റി എന്നാണ് കയറ്റേണ്ടത്. അപ്പോൾ ഈ പുള്ളി നോക്കിയപ്പം കാലിക്കറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞ പുള്ളി കൽക്കട്ട കേട്ടിട്ടുണ്ട്, അതായത് ഇപ്പോഴത്തെ കൊൽക്കട്ട അത് കേട്ടിട്ടുണ്ട്. പക്ഷെ കാലിക്കറ്റ് പുള്ളി കേട്ടിട്ടില്ല. പുള്ളി എന്ത് ചെയ്ത്, അന്ന് അറിവില്ലായ്മ, ആ ഒരു എളിമ വേണം. എളിമ വന്ന് ഞാനൊന്ന് നോക്കട്ടെ, എല്ലാം അറിയാമെന്ന് നിങ്ങൾ ആരും മീൻസ് അറിയുന്നത് മാത്രമേ ഉള്ളൂ, ഇച്ചിരേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അറിയാത്തതാണ് കൂടുതൽ. പക്ഷെ എനിക്ക് അറിയില്ല എന്നുള്ള ഒരു പുള്ളിക്ക് ആ ഒരു മനോഭാവം ഇല്ലായിരുന്നു. അപ്പോൾ പുള്ളി എന്ത് ചെയ്ത്, ഒന്നാ ഒരു എളിമ ഉണ്ടെങ്കിൽ പുള്ളി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളായിരുന്നു. പുള്ളി എന്ത് ചെയ്ത്, ഈ കാലിക്കറ്റ് തെറ്റുപറ്റിയ, അതായത് ഈ ലെറ്റർ അയച്ചു തന്ന ആൾ തെറ്റുപറ്റിയതാണെന്ന് വിചാരിച്ച് പുള്ളി എന്ത് ചെയ്ത് അത് തിരുത്തി അത് കൽക്കട്ടയാക്കി. എന്നിട്ട് എന്ത് ചെയ്ത് ഈ വണ്ടി, അതായത് ഇപ്പം ഞങ്ങളുടെ ഫാക്ടറി കിടക്കുന്നതെന്ന് പറയുന്നിടത്ത് ചെന്നൈയുടെ ബോർഡറിലാണ് കിടക്കുന്നത്. ഈ വണ്ടി ഇപ്പോൾ കാലിക്കറ്റ് വരെ വരണമെങ്കിൽ ഒരു രാത്രി മതി. ഈ വണ്ടി കൽക്കട്ടയിൽ പോകണമെങ്കിൽ 2 ദിവസം എടുക്കും. അപ്പോൾ ഈ ലോറി എന്ത് ചെയ്തു, പോയത് കൽക്കട്ടയിലോട്ടാണ്. പിന്നെ എന്ന് പറയുന്ന നേരത്ത് പിന്നെ കാല് പിടിച്ചൊക്കെയാണ് കാര്യം. മിക്ക കേസിലും ഇങ്ങനെയൊക്കെ തെറ്റ് വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടാകുന്നത്. അത് പ്രൈവറ്റ് കമ്പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു വിധത്തിൽ അവരത് സഹിക്കില്ല, അവരത് ടോളറേറ്റ് ചെയ്യില്ല, അടിച്ചു പുറത്താക്കും. പക്ഷെ പിന്നെ പുള്ളി കാല് പിടിച്ചൊക്കെ പുള്ളി പിന്നെ ഡിപ്പാർട്ട്മെന്റ് മാറ്റി. വേറൊരു സിറ്റുവേഷൻ എന്ന് പറയാൻ നേരത്ത് ഈ അടുത്തിടെ കിടന്നാണ് ഞാനിപ്പം എൻ്റെ ഫ്രണ്ട് തന്നെയാണ് വിളിച്ചു പറഞ്ഞു, ഇന്ന പോലെ ഒരു IT ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റേ സൈബർ ഒരു ലെറ്റർ വന്നു. അപ്പോൾ അതിനകത്ത് അവർ കടലൂർ എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഇവർ എന്ത് ചെയ്യുന്ന പറയുന്ന നേരത്ത് മനസ്സിലുള്ള ഗുഡലൂർ എന്ന് പറഞ്ഞത് അത് കേരള ബോർഡറിൽ അങ്ങോട്ട് ഊട്ടിക്ക് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇത് അടിച്ചങ്ങോട്ട് ട്രസ്റ്റ് ചെയ്താണ്, അടിച്ചേൽപ്പിക്കുക. അതായത് അറിയില്ലെങ്കിൽ അറിയില്ല, ചെക്ക് ചെയ്യുക, ആ പരിപാടിയില്ല, അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കി. പറ്റിപ്പോതെന്ന് പറയുന്ന നേരത്ത് കടലൂർ മറ്റേ പോണ്ടതിന് പകരം പോയത് ഗുഡലൂർ. പിന്നെ അത് എന്ന് പറയുന്ന നേരത്ത് ഇതൊരു അറസ്റ്റ് വാറണ്ട് കൂടിയാവും.